ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നിയമത്തിൻ്റെ കാര്യം പറയുമ്പോൾ മൈനോറിറ്റി മുസ്ലിം പോക്കറ്റ്സ് ഉള്ള മണ്ഡലവും കൂടിയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ CPM ഭയപ്പെടുന്ന ഒരു ഘടകമുണ്ട്. പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ഭയപ്പാട് CPMനെ സംബന്ധിച്ചുകൊണ്ട്. അത് ഈ ലോക്കൽ ബോഡിയിലും കഴിഞ്ഞ ലോക്സഭയിലെല്ലാം അവർ കാണുകയും ചെയ്ത ഒന്നാണ്. അതങ്ങനെ വീശി അടിക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങളിലും CPMനെ സംബന്ധിച്ച്, ലെഫ്റ്റിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകും. പക്ഷേ അത് നിയമത്ത് അങ്ങനെ പ്രവർത്തിക്കണമെന്നില്ല. ശിവൻകുട്ടിയെ സംബന്ധിച്ച് അവിടുത്തെ മുസ്ലിം മൈനോറിറ്റിക്കും അങ്ങനെ അപ്രീതിയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല, നേതാവല്ല അദ്ദേഹം ഈ കാലത്ത് സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാടുകൾ, ഇപ്പോൾ CPMനെ കുറിച്ചും അതിൻ്റെ ഭരണ നയങ്ങളെക്കുറിച്ചും അതിൻ്റെ സംഘപരിവാറിനോടുള്ള വിട്ടുവീഴ്ച പ്രശ്നത്തെക്കുറിച്ചൊക്കെയുള്ള വിമർശനമുള്ളപ്പോഴും ശിവൻകുട്ടി ഒരു ഒറ്റത്തുരുത്തായി നിന്നു എന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ ആ ഹിജാബ് വിവാദം ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ PMCയുടെ കാര്യത്തിൽ പോലും സർക്കാർ ഒരു നിലപാടെടുത്തതിനെ ആൾക്കാർ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും കാണുമ്പോഴും ശിവൻകുട്ടി അതിനകത്ത് പൂർണ്ണമായ ആൾക്കാർ ചേർത്ത് നിർന്നില്ല. ശിവൻകുട്ടി അതിൽ അറിയാതെ കളിച്ചു എന്നാണ് വിചാരിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് മുസ്ലിം മൈനോറിറ്റിക്കിടയിലുള്ള സ്വീകാര്യത ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആദ്യം എന്തായിരുന്നു, BJPയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള O രാജഗോപാലിനെ വിജയിപ്പിച്ചു. പക്ഷേ MLAയുടെ അസാന്നിധ്യം അവിടുത്തെ മനുഷ്യന്മാർ ശരിക്കും അനുഭവിച്ചാണ്. വിളിച്ചാൽ വരാൻ ആരുമില്ല. പിന്നെ ശിവൻകുട്ടി വന്നപ്പോൾ ആൾക്കാർ ആ ചേഞ്ച് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ശിവൻകുട്ടിയാണെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ എപ്പോഴും റെഡിയാണ്, ഏത് കാര്യത്തിനും ഇടപെടുന്ന ആളാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ഒരു പോപ്പുലാരിറ്റിയും സ്വീകാര്യതയും നോക്കുകയാണെങ്കിൽ ശിവൻകുട്ടിയാണ് അവിടെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ശിവൻകുട്ടിക്ക് നല്ല മത്സരം കൊടുക്കാൻ പറ്റുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഈ സർക്കാരിലെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ള, തുടക്കത്തിലൊക്കെ മുഹമ്മദ് റിയാസിൻ്റെ പേരൊക്കെ നമ്മൾ കേട്ടെങ്കിൽ, ഏറ്റവും വിസിബിലിറ്റി ഉള്ള, ഏറ്റവും പോപ്പുലർ ഒരു മികച്ച മന്ത്രി, അദ്ദേഹത്തിൻ്റെ മന്ത്രി നിലക്കുള്ളതിൻ്റെ വകുപ്പിന് പുറത്തേക്കും വകുപ്പിനകത്ത് ഒരു വിഭാവന ശേഷിയോടെ വകുപ്പിനെ നയിക്കുന്നതിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നുണ്ട്. സോ അത് ഈ നിയമത്തൊരു പ്രധാനപ്പെട്ട ഘടകമാകും. അതിൽ നേരത്തെ അജിംസ് പറഞ്ഞ പോലാണ്, അവിടെ കോൺഗ്രസ് ആരെ കൊണ്ടുവരുന്നു, കോൺഗ്രസിൻ്റെ ഒരു വീക്കർ കാൻഡിഡേറ്റാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് രാജീവ് ചന്ദ്രശേഖരനെ ചിരിക്കാനുള്ള മൊമെൻ്റ് ആയിരിക്കും. ഇപ്പം നിയമം സജീർ എന്നൊക്കെയുള്ള പേരൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്താനൊക്കെ കോൺഗ്രസ് തീരുമാനിക്കുന്നത് കരുതുക, കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. എന്നുവെച്ചാൽ മുസ്ലിം വോട്ടിൻ്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാവുകയും അത് ചിതറിപ്പോവുകയൊക്കെ ചെയ്യും. അല്ലാതെ ഇപ്പോൾ ശബരിനാഥനൊക്കെ വന്നാൽ തന്നെയും CPMനും ലെഫ്റ്റിനും അവിടെ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 35 to 40 ഒക്കെ വേണമെങ്കിൽ ലെഫ്റ്റിന് ഉറപ്പിക്കാൻ കഴിയുന്ന വോട്ടുണ്ട്. കഴിഞ്ഞ തവണ തേർഡ് പൊസിഷനിൽ വന്ന പോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ഇത്തവണയും BJPയെ സംബന്ധിച്ച് പ്രയാസപ്പെടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരിക്കും.